ഇരിക്കണ ഓരോ പരങ്ങിന്റെ മുഖത്തേക്ക് നോക്കിയാൽ യോഗ്യതയ്ക്ക് വല്ല കുറവുണ്ടോ നോക്ക്. അതിശ്രേഷ്ഠന്മാരായിട്ടുള്ള വാനരന്മാർ, പ്രഗത്ഭന്മാരായിട്ടുള്ള അതാ വലിയ വലിയ ആളുകളാ, വലിയ പരകന്മാരൊക്കെയാണല്ലോ പ്രഗത്ഭന്മാരായിട്ടുള്ള അനവധി ആളുകൾ. ഇതിലിപ്പോ എന്താ മുമ്പിൽ ഇരിക്കണമെന്നേ ഉണ്ടാവുള്ളൂ അല്ലേ? വല്ലാണ്ട് മുമ്പിൽ ഇരിക്കണത് കണ്ടറിയാതെ ഒന്നിനും പറ്റാത്തവനാ. എവിടെയും വന്നാൽ മുമ്പിൽ പോയി ഇങ്ങനെ ഞെളിഞ്ഞിരിക്കാൻ വല്ലാണ്ട് വേറെ ഒന്നിനും പറ്റില്ല. അങ്ങനെയുള്ള ആളുകൾ ഏതല്ല മുമ്പിൽ വന്നിരുന്നത് നന്നായിട്ടോ. ആകെ 3-4 പരകന്മാരേ ഉള്ളൂ, മറ്റേതൊക്കെ കുറച്ച് പിന്നിലാ പോയിരിക്കണത്. ഇപ്പൊ കേമന്മാരൊക്കെ പിന്നിലായിരിക്കുക. പണ്ട് അങ്ങനെ ആയിരുന്നില്ല. പണ്ട് കേമന്മാരുടെ സ്ഥാനം മുമ്പിലായിരുന്നു. ഇപ്പൊ അങ്ങനെയല്ല. ഞങ്ങൾ പിന്നാക്കം പോയാൽ കുറെ അധികം കേമന്മാരായി വിചാരിക്കണം. ഇങ്ങനെ അവിടെ എവിടെ പോയിരിക്കേണ്ടത് അവനവന്റെ ശക്തി പറയാ. ഓരോരുത്തർക്കും എത്ര ദൂരം ചാടാൻ പറ്റും. ഇവിടെ നല്ല പ്രായത്തിലൊക്കെ കുറെ ചാടിയിട്ടുണ്ടെങ്കിൽ ഞെരുക്ക. ഇപ്പൊ പഴയ പോലെയൊക്കെ പറ്റുമെന്ന് എന്നാലും പറ്റുന്നതോളം പറയാ. ഓരോരുത്തർ പറഞ്ഞിറങ്ങി പറഞ്ഞതിങ്ങനെ ആരും 100 യോജന പകയ്ക്കണവരില്ല. മുഴുവനാക്കണ ഒരുത്തന്നെ ഇതിന്റെ ഇടയിൽ കാണുന്നു തോന്നുന്നില്ല. അതിലൊക്കെ കണ്ട ഏതായാലും മുഴുവനില്ല. മുഴുവനായിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? അങ്ങനെ അന്വേഷിച്ചു. അങ്ങോട്ട് പറയണത് മാത്രം കേട്ടാൽ മതി. ഞാൻ അതിനാണ് വകതിരിവ് എന്ന് പറയുന്നത്. കേൾക്കാനുള്ള അവകാശമുള്ളൂ. അങ്ങനെ ചോദിച്ചിറങ്ങിയപ്പോ ആരും ഒന്നും മിണ്ടണില്ല. അങ്ങനെ ആയപ്പോ ഹനുമാൻ ഒരു ഭാഗത്ത് അവിടെ എങ്ങനെ ഇരിക്കട്ട. എന്താ ഒന്നും മിണ്ടാണ്ടിരിക്കണത്? ഹനുമാൻ എന്നോടാ ചോദിക്കുന്നത്. നോക്കാം, ഇവിടെ വാ, ഇങ്ങോട്ട് വരിക. ഇതൊരു മന്ദനായിട്ട് അവിടെ ഇരിക്കണത്. ഇങ്ങനെ എണീട്ട് വരൂ. അനുസരണ പോനാ പറഞ്ഞാങ്ങള ഒന്നിനും പറ്റാത്ത ആ കൊരങ്ങനും കൂടി എന്തൊക്കെ വിളിച്ചു പറഞ്ഞു കൂടെ ഇരുന്നിട്ട്. നീ മാത്രം എന്താ ഒന്നും മിണ്ടാണ്ടിരിക്കണതാ? പറയാ എത്രയാ പറ്റും? എനിക്കൊന്നും സാധിക്കില്ല, എനിക്ക് അതിനുള്ള കഴിവില്ല, എനിക്ക് 100 യോജന ഒന്നും ചാടാൻ പറ്റിക്കൊള്ളുന്നില്ല. ഹ്യൂമൻ, നീ അങ്ങനെ പഠിപ്പിക്കണ്ട. നിന്നെ പോലെ വൈഭവം ഉണ്ടായിട്ട് ഒരു